എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾക്കൊരു പങ്കാളി ഉണ്ടായിരിക്കെ മറ്റൊരാളോട് സെക്സ് ചെയ്യണമെന്ന് തോന്നിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇതേക്കുറിച്ചാണ് ഈ വീഡിയോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അതെ, ലോകത്ത് പലതരം റിലേഷൻഷിപ്പ് അറേഞ്ച്മെന്റുകളുണ്ട്. നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒരാളിലേക്ക് ചുരുങ്ങാൻ പറ്റില്ല. എങ്കിൽ അത് തിരിച്ചറിഞ്ഞ് അത്തരം റിലേഷൻഷിപ്പുകളിൽ മാത്രം ഇൻവോൾവ് ആവുക. കമ്മിറ്റ്മെന്റ് ആവശ്യമില്ലാത്ത തരം കാഷ്വൽ ബന്ധങ്ങളെ തിരഞ്ഞെടുക്കുക. അല്ലാതെ കമ്മിറ്റ്മെന്റിന്റെ പേരും പറഞ്ഞ് മറ്റേ പരിപാടി കാണിക്കരുത്. അതെ, ആ വാക്കിനൊരു അർത്ഥമുണ്ട്. കാരണം നിങ്ങളുടെ ഇത്തരം ഒരു ചതി നിങ്ങളെ വിശ്വസിച്ചിരിക്കുന്ന ഒരു മനുഷ്യജീവിയെ മരണം വരെ തകർത്ത് കളഞ്ഞേക്കാവുന്ന ഡാമേജ് ആയിരിക്കും ഉണ്ടാക്കുക. അയാളുടെ ജീവിതബോധം തന്നെ ചിതറിപ്പോയേക്കാം. മനുഷ്യരിലുള്ള ആകെ പ്രതീക്ഷ തന്നെ ഇല്ലാതായി ജീവിച്ചിരിക്കെ തന്നെ ശവമായി പോയേക്കാം. അതിന്റെ ചോരയൊലിപ്പിക്കുന്ന മുറിവും കൊണ്ടാവും പിന്നീട് അയാൾ ജീവിക്കേണ്ടി വരിക. നിങ്ങൾക്കൊരു ബന്ധത്തിൽ നിൽക്കെ മറ്റൊരു ബന്ധത്തിലേക്ക് പോകാതെ പറ്റില്ല എങ്കിൽ അത് തുറന്നു പറയുക. ശരിയാണ്, ഇതൊന്നും തുറന്നു പറയാൻ ഒട്ടും എളുപ്പമല്ല. പക്ഷെ അത് മറ്റൊരാളെ മാനസികമായി ഇല്ലാതാക്കുന്നതിൽ നിന്നും എത്ര ഭേദമാണ്. അത്രയും പരിഗണന നമ്മളെ വിശ്വസിച്ചൊരാൾ അർഹിക്കുന്നുണ്ട്. പിന്നെയും അയാൾ ഇതിന്റെ പേരിൽ അയ്യേ നിനക്ക് പുരോഗമനം ഇല്ല എന്നും മനുഷ്യനെ പറ്റി നിനക്ക് എന്തറിയാമെന്നും ചോദിച്ചും പുലഭ്യം പറയരുത്. ലോകത്ത് ഈ അന്യബന്ധം കൂടുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ നാട്ടിൽ മനുഷ്യർ അവരവരുടെ ചോയ്സിലല്ല ഒരു റിലേഷൻഷിപ്പിലേക്ക് കടക്കുന്നത്. 100,000 പ്രഷറുകളുടെ ഫലമായാണ്. റിലേഷൻഷിപ്പുകളെ സ്ഥാപനവൽക്കരിച്ചും മതിലുകൾ ആകാശം മുട്ടയെ കെട്ടിപ്പൊക്കി ജയിലുകൾ പോലെ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യർക്കൊരു മൂവ്മെന്റ് സാധ്യമല്ല. അവർക്ക് അകത്തു നിൽക്കുന്നതിലും ആഗ്രഹം പുറത്തു കടക്കാനാണ്. 80 വർഷം ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാകെ ഒരൊറ്റ തവണ മാത്രം എടുക്കാവുന്ന തീരുമാനമായി നമ്മൾ ഇതിനെ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം ഇരയാക്കപ്പെടുന്നത് സ്ത്രീകളാണ്. അവരെയാണ് ഒരു ബന്ധത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഫോഴ്സ് ചെയ്യപ്പെടുന്നതും അതിനുള്ളിൽ കെട്ടിയിട്ട് പെടുന്നതും പുരുഷനും ഇര തന്നെയാണ്. ഡിവോഴ്സ്, പാപമായ ബ്രേക്കപ്പുകൾ, നിഷിദ്ധമായ സെക്കൻഡ് മാരേജുകൾ, ചിപ്പായ ആഫ്റ്റർ 50 റിലേഷൻഷിപ്പുകൾ, വൃത്തികേടായ ഒരു സമൂഹത്തിൽ എല്ലാ മനുഷ്യരും ഇരകൾ തന്നെയാണ്. മനുഷ്യരെ എത്രത്തോളം ഫോഴ്സ് ചെയ്യുന്നുവോ അത്രത്തോളം അവർ റെസിസ്റ്റ് ചെയ്യും. ഹ്യൂമൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളെ ഫ്ലെക്സിബിൾ ആക്കി നിലനിർത്തുക. മനുഷ്യർക്ക് പരസ്പരം ഓപ്പണായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള റിലേഷൻഷിപ്പ് അറേഞ്ച്മെന്റുകൾ ഉണ്ടാവുക എന്നതൊക്കെയാണ് ഒരു പോംവഴി. സോ ദാറ്റ് പീപ്പിൾ ഡോണ്ട് ഹാവ് ടു ഹേർട്ട് someone to do what they want to do. എല്ലാ മാനുഷിക കാര്യങ്ങളിലെയും പോലെ ഇവിടെയും ഗ്രേ ഏരിയകളുണ്ട് എന്ന് സമ്മതിക്കാം. പക്ഷേ ഇങ്ങനെയൊരു പ്രശ്നമുണ്ട് എന്നതൊന്നും ഒരാളുടെയും ചതിക്കും വഞ്ചനക്കും ഒരു ന്യായീകരണമേ അല്ല. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.